ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ലുകൾക്ക് യാതൊരു കേടും ഉണ്ടാക്കാതെ കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി, നൈസ് അരിപ്പൊടി. അതിലേക്ക് ഞാൻ 1/2 കപ്പ് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സാദാ വെള്ളത്തിൽ, അതായത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് അല്പാൽപ്പം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്നത് പോലെ വെള്ളം അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇവിടെ ഞാൻ മുറുക്കിൻ്റെ മാവെല്ലാം വളരെ സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇടിയപ്പമെല്ലാം ഉണ്ടാക്കുന്ന സേവനാഴിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ടുള്ള മുറുക്കിൻ്റെ ചില്ല് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. മാവ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പ് മൂടിക്കഴിഞ്ഞ് ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതുപോലെ എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ സേവനാഴിയിലൂടെ ഈ മുറുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പലഹാരമാണ് ഈ മുറുക്ക്. എന്നാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ താല്പര്യമുള്ളൊരു പലഹാരം കൂടിയാണല്ലോ മുറുക്ക്. അത് ബട്ടർ മുറുക്കാവുമ്പോൾ വളരെ സോഫ്റ്റാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ സാധിക്കും. ഇത് വളരെ സോഫ്റ്റാണ്. എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പലഹാരമാണ് ഇത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു ലൈക്കും കൂടെ തരാൻ എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.